കാലപ്പഴക്കത്താൽ തകർച്ച നേരിടുന്ന കൊല്ലം ശൂരനാട്ടെ പാതിരിക്കൽ നവീകരണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശൂരനാട് വടക്ക് പള്ളിക്കലാറിന് കുറുകെ നിർമ്മിച്ച അണയാണ് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. നിരവധി കർഷകരാണ് ഈ അണയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. പ്രദേശത്തെ കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഈ അണ നവീകരിക്കണമെന്നത്. കെട്ടിനിർത്തുന്ന വെള്ളം കൃഷിക്കായി ചാലുകൾ വഴി ഏലാകളിലേക്ക് തിരിച്ചുവിടുകയാണ് പതിവ്. കൂടാതെ പാതിരിക്കൽ പാറക്കടവ് ആനയടി നിവാസികൾ ഇത് നടപ്പാതയായും ഉപയോഗിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഈ അണ നിർമ്മിച്ചത്. അണയുടെ തൂണുകൾക്കിടയിൽ 5 കണ്ണറകളുണ്ട്. 10 അടി ഉയരമുള്ള കണ്ണറകളുടെ പൊഴികളിൽ കുറുകെ പലകകളിലിട്ട് വെള്ളം തടഞ്ഞു നിർത്തി ചാലുകൾ വഴിയായിരുന്നു ജലസേചനം. വെള്ളത്തിന്റെ അളവനുസരിച്ച് പലകകൾ മാറ്റും. വേനൽക്കാലത്ത് പലകകൾ പൂർണ്ണമായും ഇളക്കിമാറ്റി ടാർ പുരട്ടി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ചാലുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. കാലപ്പഴക്കത്താൽ പലകകൾ ജീർണിച്ചു. അണയുടെ തൂണുകൾക്ക് വിള്ളൽ വീണ അവസ്ഥയാണ്. നമുക്ക് പലയിട്ട് വെള്ളം നിറച്ചിട്ട് കൃഷിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുക. ഇപ്പോൾ മഴയായതുകൊണ്ട് പല എടുത്തിട്ട് വെച്ചേക്കുക. കുറേ പോയതാട്ടിൽ ഇടിഞ്ഞ് പറഞ്ഞൊക്കെ കിടക്കുന്നത് ചെതലുമൊക്കെ കയറി അങ്ങ് പോവും. പക്ഷേ പഴയ പോലൊക്കെ പല സൂക്ഷിക്കത്തൊന്നുമില്ല. പണ്ടൊക്കെ നവീകരിക്കണം. ഇവിടെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു പാലം, ഷട്ടർ, ഇത് പ്രശ്നമാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ അടിവശമൊക്കെ ഇടിഞ്ഞ് എല്ലാം അങ്ങ് പോയി. കമ്പിയൊക്കെ തെളിഞ്ഞിരിക്കുക. ഏത് സമയമാണ് ഇത്, പിന്നെ വലിയ വെയിറ്റ് കയറാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങ് പോകും. ഈ അവസ്ഥയിൽ എല്ലാ മേഖലയിലും വെള്ളമെത്തുന്നില്ല. അധികൃതരുടെ അവഗണന മൂലം കർഷകരിൽ പലരും കൃഷി ഉപേക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധം അണ നവീകരിക്കണമെന്നതാണ് ആവശ്യം. ഇതിനെ സംബന്ധിച്ചാൽ ഇവിടുത്തെ കർഷകരുടെ ഒരു വളരെ വർഷങ്ങളായുള്ള ആവശ്യമാണിത്. ഈ ആനയടി ഏലായിലേക്കും ഓണംപള്ളി ഏലായിലേക്കും ഈ ഉണക്ക് സമയങ്ങളിൽ കർഷകർ കൃഷി ചെയ്യാൻ വെള്ളം എത്താൻ വേണ്ടി ഇവിടെയാണ് പലകയൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഈ പലകങ്ങൾ കണ്ടു കാണും, മൊത്തം ദ്രവിച്ച് നാരണക്കലായിരിക്കുകയാണ്. ഇവിടുത്തെ വർഷങ്ങളായി ഇവിടെ നാട്ടുകാരുടെ ആവശ്യം സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പാലവും അതോടൊപ്പം തന്നെ ഒരു ഷട്ടർ സംവിധാനവും വേണമെന്നാണ് ഇവിടുത്തെ കർഷകരുടെയും നാട്ടുകാരുടെയൊക്കെ ആവശ്യം. എല്ലാ വർഷവും റെഗുലേറ്ററിനും പുതിയ പാലത്തിനുമായി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് അടങ്കൽ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അത് തിരിച്ചയക്കുകയാണ് പതിവ്. അണ നവീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യം ശക്തമാകുമ്പോൾ പ്രഖ്യാപനങ്ങളും പിന്നാലെ എത്തും. എന്നാൽ അതൊന്നും നടപ്പാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ജനം, കൊല്ലം.